ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ലിൻസി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റിലൊരു ബീഫ് കറിയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ? കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് സോൾട്ടും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കാൻ പോവാ. അങ്ങനെ ബീഫൊക്കെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബീഫാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഇത് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല അതോടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാനത് അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചൊരു 7-8 വിസിൽ വരുന്നിടം വരെ അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ ടൈമിൽ അതിനുവേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവോളയും ബാക്കി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവോള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തോടെ അതിൻ്റെ കൂടെ എടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2 തക്കാളി, അത് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജീരകം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് സോൾട്ട്, പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.